നാട്ടിലേക്ക് അവസ്ഥ എന്താണെന്നറിയാം. ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെയധികം സൂക്ഷിക്കണം, പ്രവാസികൾ പ്രത്യേകിച്ചിട്ടോ. ഇവരുടെയൊക്കെ മൈൻഡ് എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മളെല്ലാവരോടും സോഷ്യലായിട്ട് പെരുമാറാം. അപ്പോൾ അവർക്ക് ഉള്ളിൽ എന്താണ് ഒരു വൈരാഗ്യം പോലെയൊക്കെയുള്ള മനുഷ്യന്മാരാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരുടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇവരുടെയൊക്കെ ഈ മാറ്റത്തിന് കാരണം എന്ന് പറയാൻ പറ്റൂല. ഒരുവിധം ആളുകളെയൊക്കെ കാണുമ്പോൾ ഒക്കെ അവരുടെയൊക്കെ മൈൻഡ് നമ്മളെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഒന്ന് വെറുതെ ഇന്നലെ ഒരു വീഡിയോസ് കണ്ടോ, ഒരു ഓട്ടോക്കാരൻ, ആ ഓട്ടോക്കാരനെ ബസ്സുകാരൻ കയറി അടിച്ച് അയാൾ മരിച്ചുപോയി. ഒരു ലെവലും ഇല്ല. എന്താ മനുഷ്യന്മാർക്ക് എന്തോ ഒരു വാശിയും എന്തോ ഒരു വൈരാഗ്യവും വെച്ച് നടക്കുന്ന മനുഷ്യന്മാർ. മരിച്ചു പോകണമെന്ന് ഒരു ചിന്തയില്ല. അപ്പം അയാൾ പോയി, അയാളുടെ കുടുംബത്തിന് പോയി. ഈ അവനും പോയില്ലേ, അവനെ വെറുതെ വിടുക. മക്കള് അവിടെയും ഇവിടെയും തല്ലിക്കൊല്ലണു. കഞ്ചാവ് അടിച്ചിട്ട് വീട്ടുകാരടിച്ചു കൊല്ലണു. കഞ്ചാവും അല്ല, MDMA പറയുന്ന സാധനം പൊടി അടിച്ചിട്ട്. മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് കൂടുന്നു. ആളുകൾ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തുന്നു. അത് പോലീസുകാർ പൊക്കണു. തിരിച്ചത് കുറച്ച് കഴിഞ്ഞ് ഉണക്കിയിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. എന്തായാലും വളരെ നല്ല രൂപത്തിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും നല്ല നിയമങ്ങൾ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകണം. ആർക്കും ആരോട് ചോദിച്ചാലും അറിയില്ല. കഞ്ചാവ് ഇന്ന് പിടിക്കും, നാളെ അവന് ഈ പിടിച്ചോൻ കാണാം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു കൂടെ നടക്കണം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അത് പിടിക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. ആർക്കോ വേണ്ടിയിട്ട് പിടിക്കുന്നു, ആർക്കോ വേണ്ടിയിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. എന്ത് നിയമം, ഒന്നും ഒരു മനസ്സിലാവണില്ല. ഒരാളോട് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ ചെക്കന്മാര് പിള്ളേരോട് പോയിട്ട് നമ്മളൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരേതാ മൂഡ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏത് മൂഡ്, പൊളി മൂഡായിരിക്കും. അതാണ് അവരുടെ അവസ്ഥ. പടച്ചോൻ കാക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ പടച്ചോൻ കാക്കട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഇവരോട് തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അവർ വേറെ ഏതോ ലോകത്താണ്. എല്ലാം കൊണ്ടും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിക്കാൻ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂട്ടിയിട്ട് വന്ന് ഈ പ്രവാസ ലോകം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാം. GCCയിൽ നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വിദേശത്ത്. എല്ലാവരും പ്രവാസിയാവുക നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ഇടങ്ങറായിക്കണം ഇപ്പോൾ നാട്ടിലൊക്കെ. എന്താ ഒരു ഐഡിയ ഇല്ല. ആളുകൾക്കൊക്കെ എന്തൊക്കെ ഒരു മാനസികവും ഭ്രാന്തവും ഒക്കെ ആയി മാറിയിരിക്കണം. ഒരാളെ കൊല്ലാനോ ഒന്ന് മരിക്കാനോ അതിനൊന്നും ഒരു വലിയ വിലയൊന്നുമില്ല. ഒന്നിനും ഒരു വിലയില്ല. എല്ലാത്തിനും സിമ്പിളായിട്ട് അടിച്ചു കൊല്ലണു, ഞെക്കി കൊല്ലുന്നു. എന്തോ മിസ്റ്റേക്ക്. ഇതൊക്കെ എന്തിനാ കാരണം എന്ന് അറിയില്ല. വിൽക്കാനുള്ളത് വിറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, വലിക്കുന്നവൻ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടിയും പിടിയും കൊലപാതകം അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് നോക്കിയാലും എല്ലാത്തിനും നിയമമാണ്. സ്കൂൾ കുട്ടികളെ ടീച്ചർമാർക്ക് തല്ലാൻ പറ്റില്ല, മദ്രസ കുട്ടികളെ ഉസ്താദുമാർക്കും തല്ലാൻ പറ്റില്ല. വീട്ടിലുള്ള മക്കളെ രക്ഷിതാക്കൾക്ക് തല്ലാൻ പറ്റുമോ? അതും പറ്റൂല, അതും കേസാണ്. ഇത് എവിടുത്തെ നിയമമാണ്, എന്ത് നിയമമാണ്, ഒരു ഐഡിയയും കിട്ടണില്ല. പടച്ചോൻ കാക്കട്ടെ. അല്ലാതെ എന്താ പറയാന്നൊരു ഐഡിയ കിട്ടണില്ല. വല്ലാത്തൊരു ലോകം തന്നെ കേട്ടോ. പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന അടി ഇവർക്കൊക്കെ കിട്ടുകയും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കിട്ടിയിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ കേസ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ആരെങ്കിലും പേരിൽ കേസ് കൊടുക്കണം. തച്ച് പുറം പൊളിച്ചിട്ടുണ്ട്. മരത്തമ്മ കെട്ടിയിട്ടിട്ട് പുറത്ത് കിട്ടും. കാരണം അമ്മാതിരി കുരുത്തക്കടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഇതിലുള്ള ആളുകൾക്ക്, ഈ ഏജിലുള്ള ആളുകൾക്ക്, ഈ 90-ലുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന തവളയുള്ള മാതിരിയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഏത് കാലഘട്ടവും ഓക്കെയാണ്. നമുക്ക് എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മക്കളെ ഒന്ന് ചീത്ത പറയാൻ പറ്റുമോ? നാളെ പോയിട്ട് തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ വല്ല ട്രെയിനിന് തലവെക്കും, അല്ലെങ്കിൽ വാർപ്പിൻ്റെ മേലെന്ന് ചാടും. ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് ഇതല്ല. നമ്മളെ തച്ച് പുറം പൊളിച്ചിട്ട് പെരൻ്റെ ഉള്ളത് പറഞ്ഞ് ഇങ്ങോട്ട് കയറരുത്, ചോറും കിട്ടില്ല പറഞ്ഞാലും വിശന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ അടുക്കള പോയിട്ട് ചോറ് കരിയുന്നു, തല്ലുങ്ങൾ തച്ചോളി. അതാണ് നമ്മുടെ അവസ്ഥ. ഇതുങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഇതുങ്ങളൊക്കെ മൈൻഡ് മാറിപ്പോയി. എന്താ ഇതിനൊക്കെ കാരണം? ആരാണ് കാരണം? എന്താ പിഴച്ച്? എവിടെ പിഴച്ച്? ഇതൊന്നും അറിയണില്ല. ലോകത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കണം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ തേങ്ങൽ വരികയാണ്. കാരണം നാളെ നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണെന്ന് ഒന്നും പറയാൻ പറ്റൂല. പടച്ചോൻ കാക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മക്കളെ തച്ചെന്നെ വളർത്തണം. ഞാൻ എൻ്റെ കുട്ടികളെ തെറ്റ് കഴിഞ്ഞാൽ തെറ്റന്നെ, അതിന് പൊട്ടിക്കൽ തന്നെ. അതുപോലെ തന്നെ അല്ലേ സ്നേഹമാണോ? നമ്മുടെ സ്നേഹം തന്നെ. നമുക്ക് അവർക്ക് നമ്മളോട് എന്തോ സംസാരിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, ഫ്രീഡം ഉണ്ട്. അതുപോലെ തെറ്റ് അവർ കണ്ടോ, അത് ആ ഫ്രീഡം അപ്പാണ്ട് മറക്കും, അടിയും കിട്ടും.
അത് തല്ലുകൊള്ളും, കുറച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. അവർക്കത് അങ്ങനെ അടി കൊണ്ടിട്ട് പഠിയുമ്പോൾ നമ്മൾ വളർന്ന മാതിരി തന്നെ അവർ വളർന്നു വരും. എല്ലാവരും പറയും മക്കളെ തല്ലരുത്, മക്കളെ തല്ലരുത്. മക്കളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു രീതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് എന്താവും എന്നറിയോ, ഇവർക്ക് ഇത് നമ്മൾ പറയുന്നത് മനസ്സിലാവാതാവും. അപ്പോൾ പിന്നീട് അവർക്ക് എന്താവും, അവർ പോയിട്ട് അതിനെ വേറെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്ന് സംസാരിച്ചാൽ അപ്പോൾ അവർ പോയിട്ട് വേറെ എന്തെങ്കിലും കടും കൈ കാണിക്കും. ആർക്ക് പോയി? അപ്പോഴും നമുക്ക് പോയി. വല്ലാത്തൊരു ലോകമാണ്. ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ തന്തയും തള്ളയൊക്കെ നമ്മളെ എങ്ങനെ വളർത്തി അതുപോലെ തന്നെ വളർത്തുക. ആ കൾച്ചർ മതി നമുക്ക്. തച്ച് പഠിപ്പിക്കുക. എന്നിട്ട് എന്താ, അവരെ നമ്മൾ കാണുമ്പോൾ വില വെക്കാതിരിക്കണുണ്ടോ? അവരെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പേടി, ഏറ്റവും വലിയ ബഹുമാനം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും ഹയറാവും, ഓക്കെ ആവും. അതങ്ങോട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ ഇത് കാണുമ്പോൾ മക്കളെ തല്ലാൻ പാടില്ല. മക്കൾക്ക് വേണ്ടത് കൊടുക്കണം, മറ്റേ ഇതാക്കണം, അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കണം. അതന്നെയാണ് വാപ്പയും മക്കളും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ പോലെ ആവണം. അങ്ങനെ തന്നെ നമ്മളൊക്കെ ഉണ്ടായിരുന്നേ. അതന്നെയല്ലേ. അത് വലുതാവുമ്പോൾ പിന്നെ അത് ആ റെസ്പെക്റ്റ് കൂടുകയുള്ളൂ. അങ്ങനെ കാണിക്കുക. അതിന് വേണ്ടത് കിട്ടേണ്ടത് ചെപ്പക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ വളർത്തുക. ഇതിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥ കേട്ടോ. നാടിൻ്റെ അവസ്ഥ മൊത്തം പുകയിൽ പോയി, ഒരു രക്ഷയില്ല. അങ്ങാടിയിൽ കൂടി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ടീംസുകൾ വരും. ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയും സ്കൂട്ടറും ഇതൊക്കെ ഓടിച്ചിട്ട് വരും. ആ സൗണ്ടുള്ളതും അതൊക്കെ വരുന്ന അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ വട്ടിട്ട് പിടിക്കുക, അടിച്ചാണ്ട് പൊളിക്കുക. അതല്ലാതെ ഒരു രക്ഷയില്ല. നിയമത്തിന് കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെയും പുറത്തിറങ്ങും. അതേ രക്ഷയുള്ളൂ. നാട്ടുകാരൊക്കെ ഇറങ്ങേണ്ട സമയമായിക്കണു കേട്ടോ.